തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്ത് അജാസിനെയും അറസ്റ്റ് ചെയ്യും. ഇന്ദുജിയെ ഒഴിവാക്കാൻ ഗൂഢാലോചന നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇന്ദുജിയും അജാസും അടുപ്പത്തിലായിരുന്നുവെന്നും ഇന്ദുജിയെ അജാസ് മർദ്ദിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ. ഇതിൽ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് പ്രതികൾ? സ്മൃതി, വളരെ വഴിത്തിരിവായിട്ട് ഇപ്പോൾ കേസ് മാറുകയാണ്. പ്രധാനമായും ഇന്ദുജിയുടെ ഭർത്താവ് അഭിജിത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ നിൽക്കുന്ന പാലോട് പോലീസ് സ്റ്റേഷനിലെ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്ത് വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ വരുന്നത്. ഇവരുടെ ഒരു കോമൺ സുഹൃത്തായിട്ടുള്ള ഒരു അജാസ് എന്ന് പറയുന്ന പെരിങ്ങമല സ്വദേശിയെ കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പാലോട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വിളിച്ചു വരുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഈ മരണപ്പെട്ട ഇന്ദുജയെ ദേഹോപദ്രവം ചെയ്യുകയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇരുവരെയും ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പാലോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണ ചുമതല കാട്ടാക്കട ഡിവൈഎസ്പിക്കാണ്. അദ്ദേഹം വന്ന ഉടനെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. ഇരുവർക്കും മേൽ ഈ ദേഹോപദ്രവം ഏർപ്പെടുത്തിയതും അതുപോലെ തന്നെ SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റം അജാസിന് മേൽ ചുമത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനും പുറമെ ഈ ഭർത്താവായിട്ടുള്ള അഭിജിത്തിന് മേൽ ഭർത്തൃപീഡനം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തുക. ഇതിൽ പ്രധാനമായും സ്മൃതി എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന കാര്യം, ഇവർ ഈ 3 പേരും സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഹയർ സെക്കൻഡറി കാലം മുതൽ തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെരിങ്ങമല ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള സൗഹൃദമായിരുന്നു. ആ സൗഹൃദം പിന്നാലെ ഈ ഇരുവരുടെയും വിഭാഗത്തിൽ കലാശിക്കുകയായിരുന്നു. എന്നാൽ ഈ അഭിജിത്തും അതുപോലെ തന്നെ ഇന്ദുജയ്ക്കും അപ്പുറം ഇന്ദുജയും അജാസും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അജാസ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഈ 3 മാസത്തിനിടയിൽ ഇവരുടെ വിവാഹം കഴിയുന്നു. ഈ വിവാഹത്തിന് ശേഷം ഈ അജാസും ഇന്ദുജയും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിരുന്നു. തിരുവനന്തപുരം ശംഖുമുഖം കോവളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. ഇത് ഈ ഭർത്താവ് അഭിജിത്ത് അറിയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ കഴിഞ്ഞ 3 മാസമായി ഇവർ കല്യാണം കഴിഞ്ഞെങ്കിലും നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു, വാക്ക് തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾക്കൊടുവിൽ അവർ ശാരീരികമായിട്ടുള്ള മർദ്ദിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ ഇന്ദുജ മരിക്കുന്നതിന് 3 ദിവസം മുന്നേ ഈ 2 പേരും തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ്. ഇന്ദുജയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ഗൂഢാലോചന ഭർത്താവ് അഭിജിത്ത് നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ ഇവർ തമ്മിലുള്ള ബന്ധം, അതായത് ഇന്ദുജയും അജാസും തമ്മിലുള്ള ബന്ധം ഈ ഭർത്താവ് അഭിജിത്ത് തിരിച്ചറിയുന്നു. ഇതിനൊടുവിൽ ഇവർ തമ്മിൽ പരസ്പരം തർക്കമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ 3 ദിവസം മുന്നേ ഈ ഇന്ദുജയെ കാറിൽ കയറ്റി യാത്ര ചെയ്യുന്നതിനൊടുവിൽ ഈ അജാസ് ഇന്ദുജയെ മർദ്ദിക്കുന്നുണ്ട്. ആ മർദ്ദിച്ച പാടാണ് കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇന്ദുജയുടെ തോളിൽ കണ്ട ആ പാട്, ശരിക്കും ഈ കണ്ണിലുള്ള പാട് മർദ്ദിച്ചതിൻ്റെ അല്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം അടക്കം ഇപ്പോൾ ഈ പുറത്തു വരുന്നത്. ഈ കണ്ണിലുള്ള പാട് ബസ്സിൽ വെച്ച് ഒരു കമ്പി കൊണ്ടതാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ അജാസും അതുപോലെ തന്നെ ഭർത്താവ് അഭിജിത്ത് തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ദുജ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനിടയായത്. പക്ഷേ 3 ദിവസം മുന്നേ ഈ ഇന്ദുജയെ കാറിൽ കയറ്റി ഭർത്താവിനൊപ്പം തന്നെ സഞ്ചരിച്ചു. ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഇന്ദുജയെ അജാസ് മർദ്ദിച്ചത്. ഇത്തരത്തിൽ വലിയ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയത് ഭർത്താവ് അഭിജിത്താണ്, അജാസാണ് ഈ ഭാര്യ ഇന്ദുജയെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പറയുമ്പോഴും സ്മൃതി, ഈ ഇന്ദുജയ്ക്ക് ഒട്ടനവധി ബന്ധങ്ങളുണ്ട്. ഇതിൽ ഷാരോൺ, നിതിൻ എന്ന് പറയുന്ന 2 പേരുമായിട്ടുള്ള ഒരു ബന്ധം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പാലോട് സ്വകാര്യ ലേബിലെ ജീവനക്കാരിയായിരുന്നു ഇന്ദുജ. അവിടെ 2 പേരുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനിയും ഏറെ ഇതിൽ സ്ഥിരീകരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് വരേണ്ട, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം മതി. ഏതായാലും അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ദുജയുടെ മരണത്തിൽ ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു, ഭർത്താവും ഭർത്താവിന്റെ സുഹൃത്തും.